എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് പാല എറണാകുളം റോഡിൽ വലവൂർ ടൗണിന് സമീപമുള്ള മനോഹരമായ വീടാണ്. പാല ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാത്രം മാറി വലവൂർ ടൗണിന് സമീപം മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു വീടാണിത്. 12 സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. 2150 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ വിസ്തീർണം. ഒറ്റ നിലയിൽ പണികഴിപ്പിച്ചിരിക്കുന്ന ഈ വീടിന് 4 ബെഡ്റൂമുകൾ, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, വിശാലമായ ലിവിംഗ്, ഡൈനിങ് ഹാളുകൾ, മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഓപ്പൺ കിച്ചൺ, വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാമുള്ള മനോഹരമായ വീടാണ്. നല്ല വീതിയേറിയ ടാർ റോഡാണ് വീടിന് ഫ്രണ്ടിൽ വരെയുള്ളത്. കുടിവെള്ളത്തിനായി വറ്റാത്ത കിണറുള്ള സൗകര്യമാണ് ഈ വീടിനുള്ളത്. നല്ലൊരു ഏരിയയിൽ വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കാത്ത മനോഹരമായ പ്രദേശത്താണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീതിയേറിയ സ്ലൈഡിംഗ് ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോണൊക്കെ പാക്കി വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. ഗേറ്റിന് നേരെ മുൻഭാഗത്തായിട്ട് തന്നെ കാർ പോർച്ച് വന്നിരിക്കുന്നു. വീടിൻ്റെ മുറ്റത്ത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഒരു 4-5 കാറുകൾ വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വിശാലമായ മുറ്റമാണ്. മുറ്റം മുഴുവൻ ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. വലിയൊരു കാർ പോർച്ച് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നു. പില്ലറുകളൊക്കെ നല്ല ക്ലാഡിംഗ് വർക്കുകൾ കൊടുത്ത് വളരെ ഭംഗിയായിരിക്കുന്ന നല്ല വീടാണ്. കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മുറ്റം. നല്ല നീളത്തിലുള്ള മുറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു 4-5 കാറുകൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല വീതിയേറിയ ടാർ റോഡ് വീടിൻ്റെ മുന്നിൽ കൂടി കടന്നു പോകുന്നു. നല്ലൊരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയാണ്. വീടിൻ്റെ മുറ്റമൊക്കെ ഇതുപോലെ ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. റെയിൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. തടികൾ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ തേക്കും ആഞ്ഞിലിയുമാണ്. കിച്ചണിലൊക്കെ മോഡുലാർ കിച്ചണാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 10 വർഷത്തെ വാറണ്ടിയോട് കൂടിയുള്ള കബോർഡ് വർക്കുകളും കിച്ചൺ വർക്കുകളുമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് അകത്തെ കാഴ്ചകളും പുറകെ കാണാം. ഇപ്പോൾ നമുക്ക് ആദ്യം കോമ്പൗണ്ടൊക്കെ ഒന്ന് കാണാം. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിട്ട് ചാർലൊക്കെ പാകി, നാച്ചുറൽ സ്റ്റോണൊക്കെ പാകി നല്ല ഭംഗിയായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല അയൽവക്കങ്ങളൊക്കെയുള്ള നല്ലൊരു മേഖലയാണ്. ക്രിസ്ത്യൻ പള്ളിയിലേക്ക് 500 മീറ്റർ മാത്രമാണ് ദൂരം. ക്ഷേത്രത്തിലേക്ക് 1 കിലോമീറ്റർ മാത്രം ദൂരം. വലവൂർ ടൗണിലേക്ക് ഏകദേശം 800 മീറ്ററാണ് ദൂരം. എല്ലാ സൗകര്യങ്ങളും വളരെ അടുത്തുള്ള നല്ലൊരു ഏരിയയാണ്. അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ കൂടി കടന്നു വരുന്നുണ്ട്. അപ്പോൾ ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു സൈഡിൽ നിന്ന് കൊടുത്തിരിക്കുന്നു. സ്റ്റെയർ കേസ് നനയാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗം മുഴുവൻ നാച്ചുറൽ ഓട് കൊണ്ട് ട്രസ് വർക്ക് കൂടി ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ പുറകുവശം കാണാം. ഇവിടെ അലക്കുകല്ലും ടാപ്പും ഒക്കെ കൊടുത്തിരിക്കുന്നു. നല്ല വിശാലമായ ടെറസാണ് വന്നിരിക്കുന്നത്. മുഴുവൻ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു നല്ല സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട്. ഡ്രസ്സൊക്കെ വിരിച്ചിടാനോ അതല്ലെങ്കിൽ ചെറിയ പാർട്ടി വെക്കാനോ ഒക്കെ ഉള്ള സ്പേസ് ഉണ്ട്. നല്ല ഹൈറ്റിലാണ് ഇവിടെ റൂഫ് ചെയ്തിരിക്കുന്നത്. 3 സൈഡും ഓടും. പുറകിലേക്ക് റൂഫിംഗ് ഷീറ്റും കൂടി കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്. ഹാളിനുള്ളിലേക്ക് നല്ല വെളിച്ചം കിടക്കാവുന്ന പോലെ നല്ലൊരു പർഗോള കൊടുത്ത് ഗ്ലാസ് കൂടി കൊടുത്തിരിക്കുന്നു. വീണ്ടും നമ്മൾ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തെ നമ്മുടെ അലക്കലും അതോടൊപ്പം ടാപ്പും ഒക്കെ കാണാം. പുറകുവശത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട്. കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി പണികൾ മുഴുവൻ പൂർത്തിയായിരിക്കുന്ന നല്ലൊരു വീടാണ്. ജനലുകളും കഥകളും എല്ലാം തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതുപോലെ ചുറ്റോട് ചുറ്റും ലാൻഡ്സ്കേപ്പ് ചെയ്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെ നമുക്ക് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറൊക്കെ കാണാം. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചയിലേക്ക് ഒന്ന് പോകാം. ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നു. സിറ്റ് ഔട്ടിലും സ്റ്റെപ്പിലും മുഴുവൻ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഡോർ കാണാം. ചുറ്റിലും തേക്ക് തടികൊണ്ട് പാനൽ വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല അയൽവക്കങ്ങളൊക്കെയുള്ള നല്ലൊരു ഏരിയയാണ്. ഇതുപോലെ നല്ല വിശാലമായ മുറ്റമൊക്കെ ഉണ്ട്. തൊട്ടടുത്തൊക്കെ പുതിയ വീടുകളൊക്കെ പണിതു വന്നിരിക്കുന്നു. അടുത്തുള്ള വീടുകളൊക്കെ താമസമുള്ളതാണ്. നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് പ്രവേശിക്കാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയയാണ്. വലിയ ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. അതും നല്ല പ്രീമിയം ഇൻറ്റീരിയറാണ് ഈ വീട് നൽകിയിട്ടുള്ളത്. നല്ലൊരു കളർ കൂടി നൽകിയിരിക്കുന്നു. അതുപോലെ ജനലുകളൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വലിയ ജനലുകളാണ്. ഇവിടെയൊക്കെ നമുക്ക് നല്ല ക്യൂരിയോസോ ഫ്ലവർ വൈസൊക്കെ വെക്കാവുന്ന പോലെ ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലിവിങ് ഏരിയ നമ്മുടെ TV യൂണിറ്റ് വന്നിട്ടുണ്ട്. അതിൽ ലിവിങ്ങിലേക്കും ഡൈനിങ്ങിലേക്കും തിരിച്ചു വെക്കാവുന്ന പോലെയാണ് റൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി കിഴക്ക് ദർശനത്തിലേക്ക് നമുക്കൊരു പ്രയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഏത് മതസ്ഥർക്കും അവരുടേതായ രൂപങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫാനുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് BLDC ഫാനുകളാണ്. ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് വീട് മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയയാണ്. നമ്മൾ ഈ പാർട്ടീഷൻ കഴിഞ്ഞ് കടന്നു വരുന്നത് അടുത്ത വലിയ ഹാളിലേക്കാണ്. നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒക്കെ വരുന്നൊരു ഏരിയയാണ്. ഫാൻസി ലൈറ്റുകളും ഫാനുകളും എല്ലാം നൽകിയിട്ടുണ്ട്. ഒരു ഓപ്പൺ സ്റ്റൈൽ കിച്ചൺ ഇവിടെ കാണാൻ സാധിക്കുന്നു. വലിയ ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്.
ഈ ഒരു ഭാഗത്തെ നമുക്ക് CCTV ഒക്കെ വെക്കാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വശത്ത് കേബിളെല്ലാം വലിച്ചിട്ടിട്ടുണ്ട്. CCTVക്കുള്ള കേബിളെല്ലാം കൊടുത്തിരിക്കുന്നു. നമുക്കൊരു സൈഡിൽ നിന്ന് ആരംഭിക്കാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളുടെയും ഡോറുകൾ തേക്കിലാണ്. അതുപോലെ സെയിം ഫ്ലോറിംഗ് ആണ് ബെഡ്റൂമുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇവിടെ ജനലിൻ്റെ അടുത്തൊരു സിറ്റിംഗ് ഏരിയ കൂടി കൊടുത്തിരുന്നു. ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു. വലിയ വാർഡ്രോബുകളാണ് വീട്ടിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സീലിംഗ് വർക്കുകൾ, ഫാനുകൾ, ലൈറ്റുകൾ എല്ലാം ഉണ്ട്. ഇവിടെ 3 ഡോറിൻ്റെ വലിയൊരു വാർഡ്രോബ് കാണാം. കൂടാതെ ഡ്രസ്സിംഗ് ഏരിയ കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മിററും അതോടൊപ്പം കബോർഡുകളും നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാ ബെഡ്റൂമുകൾക്കും നൽകിയിട്ടുള്ളത്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു. നല്ല പ്രീമിയം ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. സെറാമിക് ഉൽപ്പന്നങ്ങളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വാർ ബ്രാൻഡാണ്. ടാപ്പുകളും ക്ലോസറ്റുകളും വാഷ് ബേസിനുകളും എല്ലാം ജാഗ്വാറാണ്. സിംഗിൾ പീസ് വോൾ മൗണ്ടഡ് ക്ലോസറ്റാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. വലിപ്പമേറിയ ബാത്റൂമുകളും വലിപ്പമേറിയ ബെഡ്റൂമുകളുമാണ് ഈ വീടിനുള്ളത്. ഇതാണ് നമ്മുടെ ഹാളിൻ്റെ ഒരു വലിപ്പം. നല്ല വിശാലമായ ഹാളാണ്. അടുത്ത ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമുകളും വാർഡ്രോബുകൾ നൽകിയിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉണ്ട്. ഇവിടെ നമുക്ക് 2 ഡോറുള്ള വലിയൊരു വാർഡ്രോബ്, അതോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് ഏരിയ കൂടി കൊടുത്തിരിക്കുന്നു. ഇതാണ് ബാത്റൂം. ഗീസറിനുള്ള ഓപ്ഷൻസൊക്കെ ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി നമുക്ക് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഒതുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഓപ്പൺ കിച്ചൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ഈ ഒരു സൈഡിലായിട്ടൊരു ക്രോക്കറി ഷെൽഫ് കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് LED സ്ട്രിപ്പുകളെല്ലാം കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് കബോർഡ് വർക്കുകൾ പോലും ചെയ്തിട്ടുള്ളത്. ഓപ്പൺ സ്റ്റൈലുള്ള ഒരു കിച്ചൺ, മോഡുലാർ കിച്ചണാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. നല്ല പ്രീമിയം ആയിട്ടുള്ള കിച്ചൺ വർക്കുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിപ്പമേറിയ കിച്ചൺ, ധാരാളം കബോർഡുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. ഫാബറിൻ്റെ ഹോബും ഹുഡും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ള കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ പെയിൻറ്റിങ്ങിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളർ തീം കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിൽ ഡിഷ് വാഷർ വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് മിക്സിയൊക്കെ വെക്കാനുള്ള സൗകര്യം കൂടി ചെയ്തിരിക്കുന്നു. 12 സെൻറ്റിൽ 2150 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിന് ഉടമ ചോദിക്കുന്ന വില 1,20,00,000 രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യം ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണിത്. ഒറ്റ നിലയിൽ 4 ബെഡ്റൂമുകളോടിയ മനോഹരമായ വീട്. ഇവിടെ നമുക്കൊരു വലിയ വർക്ക് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട്. പുകയില്ലാത്ത അടുപ്പൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രൊവിഷൻ ഈ ഒരു കോർണർ കൊടുത്തിരിക്കുന്നു. മുകളിലത്തെ ബോക്സിൽ നമുക്ക് സ്റ്റെബിലൈസറുകളൊക്കെ വെക്കാൻ പറ്റും. ഇവിടെയും ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. പുകയില്ലാത്ത അടുപ്പ്, അതുപോലെ ഇവിടെ എല്ലാം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. കൂടാതെ പുറത്തൊരു ചെറിയ വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്രില്ല് കൊടുത്ത് സേഫ് ആക്കിയിരിക്കുന്നു. നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങാവുന്ന പോലെ സൗകര്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ മനോഹരമായ വീടാണ്. പാല ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. പാല എറണാകുളം മെയിൻ റോഡിലേക്ക് 500 മീറ്റർ മാത്രമാണ് ദൂരം. വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത മനോഹരമായ ഏരിയയാണ്. ഈ ഒരു വീട് 12 സെൻറ്റ് സ്ഥലം, 2150 സ്ക്വയർ ഫീറ്റ്. ചോദിക്കുന്ന വില 1,20,00,000 രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസാണ്. താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു വീട് വന്ന് കണ്ട് ലൊക്കേഷനൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് ക്വാളിറ്റിയൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് നിങ്ങൾ തരുന്നതാണ്. ലോൺ സൗകര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് 90% വരെ ലോൺ സൗകര്യം ചെയ്തു തരുന്നതാണ്. അപ്പോൾ വീഡിയോകൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം.